ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. അപ്പം ഇനി മണിക്കൂറുകൾ മാത്രം. എന്തിനാണെന്നറിയില്ലേ? ഖത്തറിൻ്റെ മണ്ണിൽ അടിപൊളി ഷോയായിട്ട് ലാലേട്ടനും മമ്മൂക്കായും നേതൃത്വം നൽകുന്ന ഷോയ്ക്ക് ഒരുങ്ങിയാണ്. അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങിയാണ് ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നെയ്മറും മെസ്സിയും കാൽപന്ത് കൊണ്ട് അമ്മാനമാടി മുത്തമിട്ട സ്റ്റേഡിയം. ഇവിടെയാണ് നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും നേതൃത്വമുള്ള സംഘം ഇവിടെ നൃത്ത ചുവടുമായി, പാട്ടുമായി, സ്കിറ്റുമായി ഈ വേദി കയ്യിലെടുക്കാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്റ്റേഡിയം. അപ്പോൾ നമ്മളിനി സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അകത്തേക്ക് പോയി നമുക്ക് കാണേണ്ട കുറേ കാര്യങ്ങൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയി കാര്യങ്ങൾ നോക്കി കാണാനുള്ള അവസരത്തിലേക്ക് പോവാണ്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക്. നമ്മൾ സൗണ്ട് എഞ്ചിനീയറെ കണ്ടു. അപ്പം ഈ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പേരൊന്നും പറയില്ല, പേര് പറയാമല്ലോ. പേര് സമി. ഈ മൈക്ക് നോക്കിയത് തിരിച്ചുവരായിരിക്കുമല്ലോ. എൻ്റെ പേര് സമി എന്നാണ്. നാട്ടിൽ നിന്നാണ്. വന്നാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സൗണ്ട് എഞ്ചിനീയറായിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഈ പ്രോഗ്രാം അപ്പം ഒത്തിരി സൗണ്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ആളാണല്ലോ താങ്കൾ. എത്രയോ ഷോകൾ അല്ലേ? ഷോയ്ക്ക് എണ്ണം ഉണ്ടോ? ഇല്ല. 25 വർഷമായി. 25 വർഷമായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഫീൽ എന്ന് പറയൂ? വെന്യൂൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, എന്നാലും നമ്മളത് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? അതെ, ഉണ്ടല്ലേ. ക്രൗഡ് വരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. ക്രൗഡ് പോലെ ഇരിക്കും അല്ലേ? അതെ, എന്നുവെച്ചാൽ ഈ ഫീഡ്ബാക്ക് കുറച്ച് സ്റ്റേഡിയം ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. ക്രൗഡ് വരുമ്പോൾ അത് റെഡിയാവും. എനിക്ക് ഈ സ്റ്റേജിൻ്റെ ബാക്ക് LED വാളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഞാൻ മൊത്തം LED വാളുകളാണ് അല്ലേ? പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ LED വാളുള്ള സെറ്റ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ബാക്ക്ഡ്രോപ്പ് ആർട്ട് വർക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം LED വാളിലാണ്. ഇപ്പോൾ എല്ലാം നമ്മൾ മീൻസ് ലൈക്ക് ഇപ്പോൾ ഒരു ഏത് സെറ്റ് വേണോ നമുക്ക് ഇടാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതിന് പറയാൻ പറ്റിയ ആൾ ശബരീഷ് ചേട്ടനാണ്. പുള്ളി വരട്ടെ. നമ്മൾ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. നമ്മൾ ഹാപ്പിയാണ്. അതെ അതെ. പിന്നെ താങ്കളെപ്പോൾ ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഷോ ചെയ്യുമ്പോൾ അല്ലേ, ഷോകളൊക്കെ കുറയുന്ന കാലഘട്ടമാണ് ഈ കോപ്പിറൈറ്റ്സിൻ്റെ ഒക്കെ ഒരു വിഷയം അതുണ്ട്. പക്ഷേ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെന്നിട്ട് ഉടനെ അടുത്ത ഷോ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പം ഇദ്ദേഹമാണ് കേട്ടോ സൗണ്ട് എഞ്ചിനീയർ. നാട്ടിൽ നിന്ന് വന്നതാണ്. ഇതുണ്ടല്ലോ LED വാള്. ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ. ഇതിപ്പം ഇത് LED വാളാണെങ്കിലും ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഡാൻസേഴ്സ് ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്ന ഒരു എൻട്രി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലാലേട്ടനൊക്കെ വരുന്ന, ലാലേട്ടൻ നമ്മൾ അവിടെ റിഹേഴ്സൽ ഉണ്ട്. ലാലേട്ടൻ ഇവിടെ ഡാൻസേഴ്സ് കളിക്കുമ്പോൾ ലാലേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന, ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മമ്മൂക്കായും. ഇവർ രണ്ടുപേരെ നമ്മുടെ മെയിൻ താരങ്ങളെല്ലാം എൻട്രി അങ്ങനെയാണ്. ഈ ബൈക്കിൽ നിന്നാണ് എൻട്രി എന്നാണ് നമ്മൾ റിഹേഴ്സൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും നമ്മൾ ഷോയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ടിക്കറ്റ് കരസ്ഥമാക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കാം. കാരണം ടിക്കറ്റ് കൂടുതൽ വിൽപ്പന നടക്കുകയാണ്. കാരണം അതുകൊണ്ട് അഡീഷണൽ ചെയറും കൂടെ ഇടുന്നുണ്ട്. ഇനിയിപ്പം സമയക്കുറവാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഷോയ്ക്കുള്ളത് എന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നാളെയാണ് ഷോ നടക്കുന്നത്. ഇന്ന് ടിക്കറ്റ് വിൽപ്പനയുണ്ട്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് ടിക്കറ്റ് വിൽപ്പന ഉള്ളതെന്നാണ് ഇതിൻ്റെ സംഘാടക അറിയിച്ചിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കരസ്ഥമാക്കാം. കണ്ടോ, ഒന്നും കൂടെ ഈ സീൻ ഒന്നും കൂടെ കെട്ടപ്പോണപ്പോൾ LED വാള് തെളിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചോട്ടോ ലൈറ്റുകൾ തെളിഞ്ഞ് വരുന്നത്.